ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു പരിപ്പ് കറി, അടിപൊളി പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അരമുറി സവാള അതും ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പാകത്തിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കൊരു 3 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് ഒരു അരമുറി തേങ്ങായും അതിലേക്ക് 2 പച്ചമുളകും പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു 2 നുള്ള് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 നുള്ള് നല്ല ജീരകം കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഇത് ചെറിയ അളവിൽ കാണിക്കുന്നതുകൊണ്ടാണ് എല്ലാ ക്വാണ്ടിറ്റി കുറച്ച് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ എടുക്കുന്ന പരിപ്പിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം കേട്ടോ. എരിവൊക്കെ നല്ല നിങ്ങളുടെ പാകത്തിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഫൈനായിട്ട് അരക്കണ്ട, തരിതരിയായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് വെന്ത് വന്ന പരിപ്പിലേക്ക് നമുക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. കുറച്ചൊരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. കുറവുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അത് തിളച്ച് വരട്ടെ. നന്നായിട്ട് തിളച്ച് തേങ്ങയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് പരിപ്പായതുകൊണ്ട് കുറച്ച് കുറുകും. നമുക്ക് കുറുകി കിട്ടണം കറി. ചാറ് കറി പോലെ നല്ല നീണ്ടിയിട്ട് വേണ്ട കേട്ടോ. ആ നേരത്തിന് നമുക്ക് ഇപ്പുറത്തടുപ്പിൽ ഒരു ചെറിയ പാൻ വെച്ച് കൊടുക്കാം. നമുക്കൊന്ന് താളിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അടി പിടിക്കാതിരിക്കാൻ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. പരിപ്പായതുകൊണ്ട് വേഗം അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. പെട്ടെന്ന് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ വറുത്ത് കടുകും വേപ്പിലയും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഇളക്കി വെക്കാം. ഒരു കുറുന്നനെയുള്ളൊരു കറിയാണ്. നല്ല നെയ്ച്ചോറിനൊക്കെ നല്ല ടേസ്റ്റാണ്. നെയ്ച്ചോറിന് ചിക്കൻ കറിയും ബീഫ് കറിയും ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഈ ഒരു പരിപ്പ് കറി കൂട്ടി തന്നെ നെയ്ച്ചോറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും ചോറിനും നല്ലതാണ്.